ഇതുകൂടി. ഇനി കുറച്ചു നേരം ഉറങ്ങിക്കോ. ഞാൻ കുറച്ചു കഴിഞ്ഞ് വരാട്ടോ. എന്തൊരു ദുരിതം പിടിച്ച ജീവിതമാണ് ഇത്. ഇങ്ങനെ കടങ്ങളെല്ലാം തീർത്ത് നല്ല രീതിയിലൊന്ന് ജീവിക്കാന്ന് വിചാരിച്ചപ്പോ ഓരോരോ വയ്യാവലികൾ വരിവരിയായിട്ടാ കയറി വരുന്നത്. നീ എന്താ സ്വയം പെരുവിർത്ത് നടക്കുന്നേ? എന്നോടാണ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ ഉറക്കെ പറയും, ഞാൻ കേട്ടില്ല. അങ്ങോട്ട് കേൾക്കാനായിട്ട് ഞാനൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ കേട്ടിട്ട് എന്ത് ചെയ്യാനാ? ഞാൻ ഇവിടെ കിടന്ന് ഈ നെട്ടോട്ട് ഓടുന്നത് നിങ്ങൾ കണ്ടോണ്ടിരിക്കല്ലേ? എന്തെങ്കിലും ഒരു സഹായം നിങ്ങൾ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടോ? ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തു തരില്ലേ? അങ്ങനെ എല്ലാം പറഞ്ഞു ചെയ്യിക്കേണ്ട കാര്യം എന്താ? ഒരു വീട്ടിലെ കാര്യങ്ങൾ നോക്കി കണ്ട് ചെയ്തൂടെ? വെളുപ്പിൽ എഴുന്നേറ്റ് തുടങ്ങിയ ജോലിയാ. കുട്ടികളെ രണ്ടിനെ സ്കൂളിൽ വിടണം. അത് കഴിഞ്ഞ് വീട്ടിലെ പണികളെല്ലാം ചെയ്യണം. അമ്മയ്ക്ക് പ്രത്യേക ഫുഡ് ഉണ്ടാക്കണം, അത് കൊടുക്കണം, സമയം മരുന്ന് കൊടുക്കണം, ക്ലീൻ ചെയ്യണം, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കണം, പിള്ളേര് പഠിക്കുന്നുണ്ടോന്ന് നോക്കണം. എല്ലാം തീരുമ്പോ പാതിരാത്രിയാവും. തളർന്നു വന്ന് കിടന്ന കണ്ണടച്ച് തുറക്കും മുമ്പ് നേരെ വെളുക്കും. വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ്. എന്തിനാ മനുഷ്യനിങ്ങനെ ജീവിക്കുന്നേ? സാധാരണ എല്ലാരും ജീവിക്കാൻ വേണ്ടിയാ പണിയെടുക്കുന്നേ. ഇവിടെ ഞാൻ മാത്രം പണിയെടുക്കാൻ വേണ്ടി ജീവിക്കുന്നേ. മടുത്തു ഈ ജീവിതം, ഞാൻ മടുത്തു. ഞാനിപ്പോ എന്ത് ചെയ്യണോന്നാ നീ പറയുന്നേ? നിങ്ങളൊന്നും ചെയ്യണ്ട. ഏതു നേരം ഈ കിട്ടാത്ത ബില്ലിന്റെ കണക്കും കൂട്ടി മാറിച്ചു നോക്കിയിരുന്നോ? എല്ലാത്തിനും കഷ്ടപ്പെടാനും സഹിക്കാനും ഞാനൊരുത്തി ഇവിടെ ഉണ്ടല്ലോ. ഞാനൊരു ഹോം നേഴ്സിനെ നിർത്താന്ന് പറഞ്ഞല്ലേ? നീയല്ലേ സമ്മതിക്കാത്ത? ഇവിടത്തെ എല്ലാം നീ ചെയ്തോളാം ഏറ്റല്ലേ? ഹോം നേഴ്സ് വെറുതെ വന്ന് നിൽക്കുവോ? മാസം ശമ്പളം കൊടുക്കണ്ടേ? അതിനുള്ളത് എന്തെങ്കിലും നമുക്ക് കിട്ടുമോ? ഇല്ലല്ലോ. അത് ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ മാനേജ് ചെയ്യില്ലേ? ആകെയുള്ള ഈ മാലയും കമലും പണയം വെച്ചായിരിക്കും നിങ്ങൾ മാനേജ് ചെയ്യുന്നത്. അതെനിക്കറിയാം. അതുകൊണ്ട് ആരും നിർത്തണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ആയ കാലത്ത് എല്ലാം അമ്മ ഹരിയുടെ വീട്ടിലായിരുന്നു. മയ്യാതായത് അവിടെ വെച്ച് തന്നെയാ. എന്നിട്ടിപ്പോ എഴുന്നേറ്റ് നടക്കാൻ പറ്റാതായപ്പോ ഇവിടെ കൊണ്ടുവന്ന് തള്ളി. ഇതൊക്കെ എന്ത് മര്യാദയാ? ഈ പറഞ്ഞ ഹോം നേഴ്സിനെ വെച്ച് ഹരിക്കും അമ്മയെ നോക്കാലോ. എന്താ ഹരിയോട് ചോദിക്കാത്തെ? അതെങ്ങനെയാ? ആരോടെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ വരുമ്പോ മായില കുന്തിലപ്പന്റെ അവതാരം ആവുമല്ലേ?